ഞങ്ങളുടെ സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നാളേക്ക് ഒരു വർഷം തികയാണ്. ഈ ഒരു വർഷം കൊണ്ട് നമുക്കുണ്ടായ വേദനയും നഷ്ടവും കഷ്ടപ്പാടും ഇതാരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലില്ല. നാളത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല കാര്യങ്ങളും ഓർമ്മയ്ക്ക് വരുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, എൻ്റെ കുട്ടികൾക്ക് ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്ത വാക്കുകളൊന്നും ആരും പാലിച്ചിട്ടില്ല. ഈ ഒരു വർഷം കൊണ്ട് സത്യത്തിൽ സർക്കാർ നമ്മളെ കളിപ്പിക്കുക ചെയ്തു. കാരണം ഈ ഒരു വർഷത്തിൽ ഞങ്ങൾ ഒരുപാട് ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടുണ്ട്, പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്തുനിന്നും ഇതിൻ്റെ ഒരു അന്തിമ തീരുമാനമായിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇനി സർക്കാരിൻ്റെ ധാരണ ഇത് കേട്ടിട്ട് കേൾക്കാതിരിക്കുകയും കണ്ടിട്ട് കാണാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇനി ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകരുതെന്നുള്ള കരുതലും കൂടെ ഇതിലുണ്ടോ എന്ന് ഇപ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ഒരുപാട് പരാതികൾ ഗവൺമെൻറ്റിന് മുമ്പിൽ പരാതികൾ നിരത്തി വെച്ചിട്ടും ഈ ഗവൺമെൻറ് എന്തുകൊണ്ട് കാണാതെ പോകുന്നു, കേൾക്കാതെ പോകുന്നു എന്നുള്ളതായിട്ട് നമുക്ക് ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇനി ഈ കേസുമായിട്ട് അല്ലെങ്കിൽ ഈ ചികിത്സാ സഹായവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകരുത് എന്ന കരുതലാണോ എന്ന് ഇപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ ദുരന്തത്തിൽ സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ വൈഫും മകനും അടക്കം 11 പേരാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയത്. അതിൽ നമുക്ക് ജീവനോടെ ബാക്കി കിട്ടിയത് 4 ആൾക്കാരാണ്. അപ്പോൾ 2 എൻ്റെ മക്കളാണിത്, പിന്നെ 1 നമ്മുടെ പെങ്ങളുടെ കുട്ടി. അങ്ങനെ ഇവരെ 4 പേരെയാണ് ഇതിൽ നിന്ന് തിരിച്ചു കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ കഴിയുന്ന കുട്ടികളുടെ ചികിത്സാ സഹായം ഫുള്ളും സർക്കാർ ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ സർക്കാർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെയും അവർ ഒന്നും ചെയ്തിട്ടില്ല. 1 രൂപ പോലും ഈ നിമിഷം വരെ അവർ തന്നിട്ടില്ല. അപ്പോൾ അതാണ് പറയുന്നത്, അവർ അന്ന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടത് അവർ പറഞ്ഞതിന് ശേഷമാണ്. കാരണം അവർ പറയാതിരുന്നെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വകുപ്പിൽ കൂടെയൊക്കെ എൻ്റെ കുട്ടികളുടെ ചികിത്സ നടന്നു പോയെന്നെ. ഇപ്പോൾ എന്തായി, എൻ്റെ ഭാര്യയും മകനും നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കിട്ടിയ പൈസ പോലും എൻ്റെ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് ചിലവാക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് എൻ്റെ കുട്ടികളെ തിരിച്ച് കിട്ടിയതിലുള്ള സന്തോഷത്തിലാണ് ഞാനുള്ളത് വാസ്തവത്തിൽ. പക്ഷേ ഒരു മത്സ്യത്തൊഴിലാളി എന്നുള്ള നിലയിൽ പിന്നെ ഇത്രയും ലക്ഷങ്ങൾ നമ്മളെ കൊണ്ട് ചിലവാക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഭാര്യൻ്റെയും മകൻ്റെയും മരണത്തിൻ്റെ കിട്ടിയ പൈസ, അത് കിട്ടിയത് കൊണ്ടാണ് വാസ്തവത്തിൽ എൻ്റെ കുട്ടികൾ ഇന്ന് എന്നോട് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ചികിത്സ ചെയ്യാനായിട്ട് കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ചികിത്സ ചെയ്യാൻ കഴിയാതിരുന്നുണ്ട് കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് പോലും ഈ സർക്കാർ ഈ നിമിഷം വരെയും ചികിത്സാ സഹായമായിട്ട് ഇതുവരെയും നമ്മൾ 1 രൂപ പോലും തന്നിട്ടില്ല, സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ തരണ്ട. നിങ്ങൾ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും 1 വർഷമായില്ലേ, ഈ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. ചെയ്യാൻ കഴിയുമെങ്കിൽ നടക്കട്ടെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആരാണോ അവർ ഈ വാക്ക് തിരിച്ചെടുത്താലും മതി. എങ്ങനെ നിങ്ങൾ പിന്നെ ഈ കുട്ടികൾക്ക് സഹായിക്കാൻ കഴിയില്ല, ചികിത്സാ സഹായം നൽകാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ലെന്ന് ഗവൺമെൻറ് ഏറ്റു പറയട്ടെ. അവർ പറഞ്ഞ ജനങ്ങളുടെ മുമ്പിൽ പബ്ലിസിറ്റി ചെയ്യട്ടെ. ഈ പബ്ലിസിറ്റി ആണല്ലോ എന്നെ ഇത്രയും കുഴക്കിയത്, എന്നെ ഇത്രയും വേദനിപ്പിച്ചത് ഇവരുടെ പബ്ലിസിറ്റിയാണ്. അതെ, അപ്പോൾ അത് പറയാതിരുന്നെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളുടെ ചികിത്സയ്ക്കായി ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്നത്.
പക്ഷേ ഇന്ന് നമുക്ക് ആരുടെ മുമ്പിലും ഈ ആവശ്യവും പറഞ്ഞ് പോകാൻ കഴിയുന്നില്ല. പോയി കഴിഞ്ഞിരുന്ന ഗവൺമെൻറ്റാണ് ഞങ്ങളെ പോറ്റുന്നത്, ഞങ്ങളുടെ ചിലവുകളെല്ലാം ഗവൺമെൻറ്റാണ് വഹിക്കുന്നതെന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് അല്ല നമ്മളെ കാര്യങ്ങൾ. അന്ന് മുതൽ ഇന്ന് വരെയും ഗവൺമെൻറ് 1 രൂപ പോലും ചെയ്ത് ഞങ്ങൾക്ക് സഹായമായി വന്നിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഉമ്മാക്കും ആങ്ങൾക്കും കിട്ടിയ പൈസ ഫുള്ളും ഇവർക്ക് വേണ്ടി തന്നെ നമുക്ക് ചിലവാക്കാനായിട്ട് കഴിഞ്ഞു. അത് ഒരു നീണ്ട സംഭവങ്ങളാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അസുഖമില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്, ഒരു രോഗമില്ലെന്നാണ് പറഞ്ഞത്. അസുഖമില്ലാത്ത കുട്ടികളെ നമ്മൾ പിന്നെ എന്താ ചെയ്യല്? മെഡിക്കൽ സയൻസ് കൈവിടുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഒരു പിതാവെന്നുള്ള നിലയിൽ ഞാൻ എന്താ ചെയ്യുന്നത്? അതാണ് ഞാൻ ചെയ്തത്. അത് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടർമാർ അന്ന് കുട്ടികൾക്ക് ഒരു അസുഖവും ഇല്ലെന്ന് പറഞ്ഞ ഡോക്ടർമാരോട് എന്ത് മറുപടി നമ്മളിപ്പോൾ പറയേണ്ടത്? അന്ന് അസുഖം ഇല്ല എന്ന് പറയും. അതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം എൻ്റെ കുട്ടികളാണ് ഇവർ, ഇത് എൻ്റെ കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് കുട്ടീനെ രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. ഈ കുട്ടി എൻ്റെ മരണകാലം വരെ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് അവരിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. സർക്കാരിന് അങ്ങനെ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. എന്നെപ്പോലെ ഒരു ജാബിർ, എൻ്റെ മക്കളെപ്പോലെ 2 പെൺകുട്ടികൾ, അല്ലെങ്കിൽ ബോട്ടപകടത്തിൽ പരിക്ക് പറ്റിയ മറ്റുള്ള ആൾക്കാർ, അവർക്കൊരു വിഷയമല്ല. അതിൻ്റെ തെളിവല്ലേ ഇത്? അതിൻ്റെ തെളിവാണല്ലോ. അവർക്കൊരു വിഷയമല്ല. അവർക്ക് വിഷയമായിരുന്നെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ വാക്ക് പാലിക്കാമായിരുന്നു, ചെയ്യാമായിരുന്നു. പക്ഷെ എനിക്ക് വിഷയമാണ്. ഇതെൻ്റെ മക്കളാണ്, ഡോക്ടർമാരല്ല. ഇനി ആര് ഈ ഏത് അധികാരികളും കൈവിട്ടാലും എനിക്ക് കൈവിടാൻ പറ്റൂല. ഞാൻ കൊണ്ടുപോകും, എവിടെ കൊണ്ടെത്തണമോ അവിടെ കൊണ്ടെത്തിക്കും ഞാൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അന്ന് കുട്ടികൾക്ക് അസുഖമില്ല എന്ന് എഴുതി തള്ളിയ ഡോക്ടർമാരുടെ മുമ്പിൽ ഇന്ന് ഡോക്ടർമാർ പറയാണ് കുട്ടിക്ക് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ മൂലം തലച്ചോറിൽ ഇപ്പോഴും വെള്ളം നിലനിൽക്കുന്ന ചികിത്സയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ സമയത്ത് കുട്ടിക്കൊരു അസുഖമില്ല. പിന്നെ ഈ കുട്ടിക്ക് അസുഖം എങ്ങനെ ഉണ്ടായത്? മെയ് 7-ാം തീയതി ബോട്ട് മുങ്ങുകയും പിന്നെ അതിലൂടെ രക്ഷപ്പെട്ട കുട്ടിക്ക് ഒരു അസുഖം ഇല്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതുകയും അതിനുശേഷം 5 മാസത്തിന് ശേഷമാണ് കുട്ടിക്ക് അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മെയ് 7 2023 മെയ് 7 നടന്ന സംഭവം കളവും. അതിനുശേഷം 5 മാസത്തിന് ശേഷം ഞാൻ എവിടെയെങ്കിലും ഈ കുട്ടികളെ കൊണ്ട് മുക്കിയെടുത്തിട്ടാണോ ഈ അസുഖം വരുത്തിച്ചത്? ബുദ്ധിമുട്ടെന്ന് പറയുമ്പോഴത്തേക്ക് മോക്ക് ഈ തലച്ചോറിൽ വെള്ളം നിലനിൽക്കുന്നത് കൊണ്ട് അവക്ക് മൂവിങ്ങുകളൊക്കെ മാറ്റം വരുന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? കുട്ടീനെ കണ്ടിട്ട് കുട്ടീനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ കുട്ടീനെ 1 വർഷം കൊണ്ട് ഞാൻ കൊണ്ടുപോവുകയാണ്. ഇതല്ല കുട്ടി ഇങ്ങനെയല്ലായിരുന്നു. കുട്ടീൻ്റെ അവസ്ഥ വേറെ ആയിരുന്നു. കുട്ടി നടക്കൂല, സംസാരിക്കൂല. കുട്ടീനെ 2 കൈയും കൊണ്ട് വാരിയെടുത്തിട്ടാണ് കൊണ്ടുപോവേണ്ടത്. ബാത്റൂമിൽ പോകണോ, എവിടെ പോകണമെങ്കിലും ഞാൻ അങ്ങനെ കൊണ്ടുപോകണം. ആ കുട്ടി ഇപ്പോൾ 70% എന്തായി? കുട്ടിയായി. അതിനുശേഷമാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ MRI സ്കാനിങ് എടുക്കാൻ കൊണ്ടുപോകുന്നത്. അത് ഈ സംഭവം നടന്നതിൻ്റെ 4-5 മാസങ്ങൾക്ക് ശേഷം ഈ ഡോക്ടർമാർ അസുഖം ഇല്ല എന്ന് പറഞ്ഞ 4-5 മാസത്തിൻ്റെ ശേഷമാണ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവർക്ക് MRI എടുക്കുന്നത്. ആ MRIയിലാണ് കുട്ടി ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതിൻ്റെ
തലച്ചോറിൽ വെള്ളം ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് കുട്ടിക്ക് ഈ മൂവിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഒരുപാട് തറാഫികളൊക്കെ വേണ്ടി വരും. അങ്ങനെ തറാഫിയിലൂടെയാണ് ഇപ്പോൾ കുറേ കാര്യങ്ങൾ. ബസ്സിലൊന്നും കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കുട്ടീനെ കൊണ്ടുപോകുന്നത് ബസ്സിലും വണ്ടിയിലൊക്കെ ഇരുത്തിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അത് അൽമാസിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ശേഷമാണ്. പക്ഷേ അൽമാസിലെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ 2-3 മാസം കൊണ്ടിപ്പോൾ മുടങ്ങിക്കിടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തെറാപ്പിക്ക് തന്നെ 350 ഉറുപ്പ്യാവും. അപ്പോൾ 4 തെറാപ്പിക്ക് 1400 ഉറുപ്പ്യോളം. ഇവിടെ നിന്ന് ടാക്സി വിളിച്ച് പോകുമ്പോഴത്തേക്ക് ആ 4 തെറാപ്പി ചെയ്ത് തീരുന്നത് വരെയും ടാക്സി അവിടെ വെയിറ്റ് ചെയ്യണം. ലാസ്റ്റിൽ ഈ കുട്ടീനെ കൊണ്ട് അത് കണ്ടിന്യൂ എല്ലാ ദിവസവും അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ കുറേ നമ്മൾ ചെയ്തു. പിന്നെ സാമ്പത്തികം തടസ്സമായപ്പോഴത്തേക്ക് അത് നിർത്തിവെച്ചതാണ്. എന്തോ ഇപ്പോൾ ചികിത്സ നിലച്ച അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇനി അൽമാസിലെ ചികിത്സ തന്നെ വീണ്ടും തുടർന്നാൽ മാത്രമേ പിന്നെ തെറാപ്പിപരമായ കാര്യങ്ങൾ അൽമാസിൽ മറ്റ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ ചികിത്സ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെറാപ്പിപരമായ കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ബ്ലോക്ക് വന്നിരിക്കുന്നത്. അത് ഇപ്പോൾ നമുക്കിപ്പോൾ പിന്നെ ഒരു വർഷമായി. ഒരു വർഷം കൊണ്ട് എനിക്ക് മോളെ പിന്നെ പല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്ക് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കേ അപ്പോൾ അങ്ങനെ ഒരു ഉപജീവ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. തോണിയും വലയും തോണിയും എഞ്ചിനും കാര്യങ്ങളൊക്കെ അതുണ്ടെങ്കിൽ നമുക്ക് ജീവിതമാർഗം കണ്ടെത്താം. പക്ഷെ അത് പിന്നെ ജോലിക്ക് പോകാനും കഴിയില്ല. അപ്പോൾ പിന്നെ അത് വിറ്റ് അത് ഇതിൻ്റെ കൂടെ കൂട്ടിയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ജീവിക്കണ്ടേ? ഒരു വർഷം കൊണ്ട് ഇവിടെ ജീവിക്കുകയാണ്. ഈ ഒരു വർഷം കൊണ്ട് ഈ ബോട്ടപകടത്തിൽ രക്ഷപ്പെട്ട 2 കുട്ടികളെയും കൊണ്ട് മുഹമ്മദ് ജാബിർ ഇവിടെ എങ്ങനെയാണ് ജീവിക്കണമെന്ന് അറിയുവാനായിട്ട് ഈ ഗവൺമെൻറ്റിന് ബാധ്യസ്ഥയില്ലല്ലേ? അവർക്കറിയണ്ടേ? അവരന്വേഷിച്ചോ? ഒരു മനുഷ്യൻ അന്വേഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കുടുംബത്തിലാണ് ഇത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്ന അധികാരികളുടെ കുടുംബത്തിലാണ് ഇത് സംഭവിച്ചെങ്കിൽ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ, എൻ്റെ സ്ഥാനത്ത് നിങ്ങളും നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ നിങ്ങൾക്ക് എന്ത് തോന്നും? ഈ വാക്ക് പറഞ്ഞവരെ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് എന്ത് തോന്നും? അതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. മധുരം കഴിക്കുന്നവന് മാത്രമേ ആ മധുരത്തിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. മറ്റൊരാളുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അത് ആസ്വദിക്കാം, അല്ലെങ്കിൽ അത് സങ്കല്പത്തിലൂടെ രുചിക്കാനേ പറ്റത്തുള്ളൂ. അനുഭവത്തിൽ രുചിക്കണമെന്നുണ്ടെങ്കിൽ അവ ആ മധുരം പോയി കഴിച്ചേ പറ്റൂ. അതാണ് ഞങ്ങൾ. നിങ്ങളുടെ ഫാമിലിയിൽ സംഭവിക്കണമായിരുന്നത്, സംഭവിച്ചെങ്കിൽ അറിയാമായിരുന്നു. അതില്ലല്ലോ, അതില്ല. ഞങ്ങൾക്ക് സംഭവിച്ചത് ഞാനാ അനുഭവിച്ചിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് എൻ്റെ കുട്ടിയുടെ ചികിത്സയുമായിട്ട് ഞാനാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് കണ്ണില്ലേ, ചെവിയില്ലേ? ഇത്രയും പരാതികളുമായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ കാര്യത്തിൽ നിങ്ങളെ കണ്ണുകൾ അടഞ്ഞു പോയതെന്ന് നമുക്കറിയില്ല. നിങ്ങളുടെ ചെവികൾ എന്തുകൊണ്ടാണ് തുറക്കാത്തതെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായതുകൊണ്ടാണോ? ഞങ്ങൾക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂലെന്ന് മനസ്സിലാക്കിയിട്ടാണോ? അതോ ഇതിൽ നിന്ന് ഞാൻ പിന്മാറാൻ വേണ്ടിയാണോ? ഒന്നും അറിയില്ല.